എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഞാൻ ഈ ബാഗ് കൊണ്ടുള്ള സർക്കസും ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. ബ്ലോക്ക് പേടിച്ച് പിന്നെ പോകാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയും പോയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ന്യൂ ഇയർ എത്തും, പിന്നെ അങ്ങോട്ട് പോകാനേ പറ്റില്ല. എന്തായാലും വൈപ്പിനിലെത്തിയപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് കേട്ടോ ജങ്കാറിലെങ്കിലും കയറാൻ പറ്റിയത്. പിന്നെ ഫോർട്ട് കൊച്ചി കാണാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഫോർട്ട് കൊച്ചി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. തോരണമൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. റോഡ് മാത്രമല്ല, ഫോർട്ട് കൊച്ചിയിലെ ഓരോ വീടും നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മരമൊക്കെ കാണാൻ വേണ്ടി എന്ത് ഭംഗിയായിരുന്നോ. അങ്ങനെ കാണാൻ വന്ന താരത്തെ കണ്ടു. ദൂരെ നിന്ന് തന്നെ ക്രിസ്മസ് ട്രീ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു യെല്ലോ ലൈറ്റ് കിടുവായിരുന്നു കേട്ടോ. ഈ കാണുന്ന ബ്ലോക്കൊക്കെ ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് കേട്ടോ. അതിന് മാത്രം ഉണ്ട് താനും. നല്ല ഭംഗിയായിരുന്നു. പിന്നെ DJ നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു എനർജിയും ഡാൻസും പാട്ടും ഒക്കെ കാണുമ്പോൾ തുള്ളാത്തവർ പോലും തുള്ളിപ്പോവും. അത്രയ്ക്ക് വൈബായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ. പാട്ടൊക്കെ കേട്ട് താളം പിടിച്ചെങ്കിലും ബേസിക്കലി ഇൻട്രോവേർട്ടായ ഞാൻ ഈ ഡാൻസൊക്കെ കണ്ട് അവിടെ നിന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. കാരണം ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി തിരക്ക് 31-ാം തീയതി വരാൻ പോകുന്നേ ഉള്ളൂ. ഇരിക്കുന്നു നമ്മുടെ പപ്പാഞ്ഞി. ഇതൊക്കെ കണ്ട് ജങ്കാറിൻ്റെ അടുത്ത് എത്തിയപ്പം റോറോ സർവീസ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:30-ക്കായിരുന്നു ലാസ്റ്റ് ജങ്കാറ്. പിന്നെ ഞങ്ങൾ ഹാർബർ പാലമൊക്കെ കയറി ഇങ്ങ് പോന്നു. ഇതും പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പിന്നെ മിറർ കണ്ടാൽ നമുക്ക് മിറർ സെൽഫി മിറർ വീഡിയോ ഒക്കെ മസ്റ്റാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി കേട്ടോ. വരുന്ന വഴിക്ക് റോട്ടിലൊരു പട്ടിക്കുറുക്കം പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം 12 മണിയൊക്കെ ആകാറായി. അതുകൊണ്ടാവാം. എന്തായാലും വീട്ടിലെത്തിയപ്പോഴേക്കും 12 ആകാൻ 5 മിനിറ്റ് കേട്ടോ. പാതിരാത്രി വരെ ഫോണിൽ തോണ്ടിയിരിക്കുന്ന എനിക്ക് ഇന്ന് ഉറക്കം വന്നിട്ടൊന്നും മേലായിരുന്നു. പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പും കളഞ്ഞു. ഇനി ഒരു ഉറക്കം. അപ്പം അത്രേ ഉള്ളൂ. ബായ്.